കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത തോമസ് ഐസക്കിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് ഇ ഡി അന്വേഷണത്തോട് സഹകരിക്കാൻ കോടതി നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ തുടർ നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഇ ഡി വ്യക്തമാക്കുന്നു. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിന് അരവിന്ദ് കെജ്രിവാളിനെതിരെ കടുത്ത നടപടി കഴിഞ്ഞ ദിവസം മറ്റു ചിലർക്കുമെതിരെ കടുത്ത നടപടി ഇ ഡി സ്വീകരിക്കുന്നത് കണ്ട് ആ സമയത്ത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട കേസുമൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയവുമാണ്. ഇ ഡി കർശനമായ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ടോ? രതീഷ്, കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരുന്നു. അത് 6 തവണയോളം സമൻസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചത്. ഈ ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ ഉള്ളടക്കമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ നിലപാട് ഇ ഡി സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് തോമസ് ഐസക് ഹാജരാകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ഇ ഡിക്ക് തുടർ നടപടി സ്വീകരിക്കേണ്ടി വരും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും വെല്ലുവിളിക്കുകയാണ് തോമസ് ഐസക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സുപ്രീം കോടതി മറ്റൊരു കേസ് പരാമർശിക്കവേ പറഞ്ഞിരുന്നു, അതായത് ഈ ഇ ഡി സമൻസ് കൃത്യമായി തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്ന്. അത്തരം ഒരു തരത്തിലുള്ള കാര്യവും തോമസ് ഐസക് ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിന്റെ പകർപ്പ് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇ ഡി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. എന്തായാലും ഇന്ന് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കിഫ്ബി പറഞ്ഞത് കോടതി ഉത്തരവ് പ്രകാരം ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ, അതോടൊപ്പം തന്നെ ലക്ഷ്മൺ സുന്ദരേശൻ എന്നിവരാണ് ഹാജരായത്. അതിൽ ഈ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയത്. 22ലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. തോമസ് ഐസക്കിന് വേണ്ടിയും അഭിഭാഷകൻ ഹാജരായി. എന്തായാലും ഇനി 22-ന് വിശദമായിട്ടുള്ള വാദം കേൾക്കും. അതിനു മുൻപായി ഇ ഡി നൽകിയിട്ടുള്ള സമൻസ് ഉണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലും ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശിക്കണം, ഇടപെടണമെന്ന ആവശ്യമാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് കേസിൽ.